നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് മഹാശിവരാത്രി, ശിവപ്രീതിക്കായുള്ള 8 വ്രതങ്ങളിൽ ഒന്ന്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം ഒരു വ്യക്തിയുടെ സകല പാപങ്ങളും നശിക്കുമെന്നാണ് വിശ്വാസം. പാലാഴി മഥനം നടത്തിയപ്പോൾ പുറത്തുവന്ന കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതിരിക്കാൻ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതി ദേവി ഉറക്കം വിളിച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി. ഇതൊരു രാത്രിയുടെ മാത്രം കഥയല്ല, മനുഷ്യാത്മാവിന്റെ ഉണർവിന്റെയും അതിജീവനത്തിന്റെയും മഹാകാവ്യമാണ്. ഇരുട്ടിനെ ഭയപ്പെടാനല്ല, അതിനെ അതിജീവിച്ച് ഉള്ളിലെ വെളിച്ചത്തെ കണ്ടെത്താൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന ദിനം. ലോകത്തിന്റെ സകല വേദനകളെയും വിഷത്തെയും സ്വന്തം കണ്ടത്തിലൊതുക്കിയ പരമശിവൻ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുക എന്നതിനേക്കാൾ വലിയൊരു പുണ്യമില്ല. കൈപ്പേറിയ അനുഭവങ്ങളെ ഉള്ളിലൊതുക്കി പുഞ്ചിരിയോടെ ലോകത്തെ നേരിടാൻ പഠിപ്പിക്കുന്ന ഈ പാഠം നമുക്കും നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാം. തകർന്നു പോയേക്കാവുന്ന നിമിഷങ്ങളിൽ നിന്നും വെണ്ണീറിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന കരുത്തായി മാറാൻ ഈ ദിവസം നമുക്കെല്ലാവർക്കും പ്രേരണയാകട്ടെ. ഇനി നമുക്ക് ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിന് വിട നൽകാൻ കേരളം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 മല്ലപ്പള്ളി സെന്റ് തോമസ് പള്ളിയിൽ. രാവിലെ മുതൽ വീട്ടിൽ പൊതുദർശനം. T20 ലോകകപ്പിലെ ഇന്ത്യ പാക് സൂപ്പർ പോരാട്ടം വൈകിട്ട് 7 മണി മുതൽ കൊളംബോയിൽ. അഭിഷേക് ശർമ്മ കളിക്കാൻ സാധ്യത. മഴ ഭീഷണിയായേക്കും. പാക് താരങ്ങൾക്ക് ഇന്ത്യൻ താരങ്ങൾ കൈ കൊടുക്കുമോ എന്നതിൽ ആകാംക്ഷ. ഇന്ന് മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. വൻ ഭക്തജന തിരക്ക്. ആലുവയിൽ പിതൃതർപ്പണത്തിന് ആയിരങ്ങൾ. ൂറ്റി ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് തുടക്കം. പമ്പ മണപ്പുറത്ത് വൈകിട്ട് 3:45 മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും. 131 മാരാമൻ കൺവെൻഷന് ഇന്ന് സമാപനം. ശബരിമല യുവതീ പ്രവേശന ഹർജികൾ നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജികൾ ലിസ്റ്റ് ചെയ്തു. റിവ്യൂ ഹർജികൾ ഉൾപ്പെടെ പരിഗണിക്കും. 9-അംഗ ബെഞ്ച് രൂപീകരിക്കുന്നതിൽ തീരുമാനമുണ്ടാകും. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. തകർന്നുപോയ സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കുക പ്രധാന വെല്ലുവിളി. ദേശീയ താൽപര്യം മാത്രം മുൻനിർത്തി വിദേശ നയമെന്ന് താരിഖ് റഹ്മാൻ. സത്യപ്രതിജ്ഞയ്ക്ക് ഇന്ത്യ പാക് പ്രധാനമന്ത്രിമാർക്ക് ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രങ്ങളെ പഞ്ചാക്ഷരി മന്ത്രമുഖരിതമാക്കി ഇന്ന് ശിവരാത്രി. ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആലുവ മണപ്പുറത്തും വൻ ഭക്തജന തിരക്ക് ഉണ്ട്. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ദേവികാചന്ദ്രനും ആലുവ മണപ്പുറത്ത് നിന്നും AT അശ്വതിയും ചേരുകയാണ്. ആദ്യം ദേവികയിലേക്ക് പോവുകയാണ്. ദേവിക, വലിയ ഭക്തജന തിരക്ക് രാവിലെ മുതൽക്ക് തന്നെ അനുഭവപ്പെട്ടു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും പൂർത്തീകരിച്ചു എന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. നിലവിൽ എങ്ങനെയാണ് അവിടെയുള്ള സാഹചര്യം? ഭക്തർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നു.
ലിജിൻ, തീർച്ചയായും ഈ ക്ഷേത്രം അക്ഷരാർത്ഥത്തിൽ ശിവഭക്തരുടെ ഒരു സംഗമ വേദിയായി മാറിയിരിക്കുകയാണ്. ശിവരാത്രി എന്ന് പറയുന്നത് സ്വയം മഹാദേവന് അർപ്പിക്കാനുള്ളൊരു ദിവസം കൂടിയായിട്ടാണ് ഭക്തർ കണക്കാക്കുന്നത്. ഒരുപാട് ഭക്തർ ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ ധാരകൾക്കും പൂജകൾക്കും മറ്റുമായി എത്തിച്ചേരുന്നുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ 33 വർഷമായി ഈ ക്ഷേത്രത്തിൽ മന്ത്രലേഖന യജ്ഞം നടത്തുന്ന ജയപ്രകാശ് കൂടിയുണ്ട്. ചേട്ടാ, ഈ ക്ഷേത്രത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ? ഇന്ന് രാവിലെ സാധാരണഗതിയിലുള്ള പൂജയ്ക്ക് ശേഷം, നിർമ്മാല്യ ദർശനത്തിന് ശേഷം അതായത് നെയ്യ് അഭിഷേകം തുടങ്ങും. നെയ്യ് അഭിഷേകം ഇങ്ങനെ അടുത്ത ദിവസം രാവിലെ വരെ ഉണ്ടാകുന്നതാണ്. ഇത് ഒപ്പം തന്നെ ഈ ഓം ഹ്രീം നമഃശിവായ ലേഖന യജ്ഞവും ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ഒരു ഭക്തൻ എന്ന നിലയിൽ ഈ മന്ത്രലേഖന യജ്ഞം നടത്തി തുടങ്ങിയിട്ട് ഒരുപാട് കൊല്ലമായി. കഴിഞ്ഞ 33 വർഷമായിട്ട് നമ്മളിത് നടത്തിക്കൊണ്ടുവരികയാണ്. ഇത് പല ഭക്തരും പേനയും പേപ്പറുമെല്ലാം സംഭാവന ചെയ്യുന്നുണ്ട്. ആ വിധത്തിലാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. ഇത്തരത്തിൽ ഈ ശിവഭക്തർ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിച്ചേരുകയാണ്. നമുക്ക് എല്ലാവർക്കും ഈ ശിവരാത്രിയുടെ ഐതിഹ്യം അറിയാം. ഇത്തരത്തിൽ കാളകൂട വിഷം കുടിച്ച ശിവഭഗവാന് വേണ്ടി പാർവതീദേവി ഉപവാസം അനുഷ്ഠിച്ച ദിവസമാണ് ഈ ശിവരാത്രി വ്രതം എടുക്കുന്നത്. ഈ ഉപവാസവും പൂജകളും ഒക്കെയാണ് ഈ ശിവരാത്രി ദിനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ശിവരാത്രി ദിവസം ഉറക്കമിളച്ച് ഉപവസിച്ച് മഹാദേവനെ പൂജിക്കുന്നത് 1000 പ്രദോഷ വ്രതങ്ങൾക്ക് തുല്യമാണ് എന്നത് തന്നെയാണ് ഈ ശിവരാത്രി മഹത്തരമാക്കുന്നത്. ഒരു ആഘോഷം എന്നതിലുപരിയായിട്ട് ഒരു ആത്മ പുനർനിർമ്മാണത്തിൻ്റെ മാനസികമായിട്ടുള്ള ധൈര്യം നിർമ്മിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ്, ത്യാഗത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ടാണ് ഭക്തലക്ഷങ്ങൾ ക്ഷേത്രങ്ങളിൽ ഇന്ന് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്ര അന്തരീക്ഷം മുഴുവൻ പഞ്ചാക്ഷരി മുഖരിതമാണ്. രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ഈ ക്ഷേത്രത്തിലെങ്ങും അനുഭവപ്പെടുന്നത്. ശിവരാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 5 യാമ പൂജകളാണുള്ളത്. ഈ യാമ പൂജകളിൽ പങ്കെടുത്ത് ശിവദേവനെ പ്രാർത്ഥിച്ച് ഈ പൂജ ഇരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നമ്മെ കരകയറ്റുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ ഭക്തലക്ഷങ്ങളെ ഈ മഹാശിവരാത്രി ദിനത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഉപവാസം അനുഷ്ഠിക്കുന്നത് വീട്ടിലിരുന്നും അനുഷ്ഠിക്കാം, പക്ഷെ ക്ഷേത്രത്തിലെത്തി, ക്ഷേത്ര സന്നിധിയിലെത്തി ദേവനെ പൂജിക്കുന്നതാണ് വലിയ തരത്തിലുള്ള ഈ ദോഷങ്ങൾ അകലാനും ദുരിതങ്ങൾ അകലാനും സഹായകരം ആകുമെന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും ഈ ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ഇപ്പോൾ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏകദേശം വൈകുന്നേരം ആകുന്നതോടുകൂടി ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ കൊണ്ട് ഈ ക്ഷേത്ര സന്നിധി നിറയും. ലിജിൻ. ശരി, ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ആലുവ ബലിതർപ്പണ തറയിലേക്ക് മണപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ ഈ ശിവരാത്രി നാളിൽ പിതൃമോക്ഷ പ്രാപ്തിക്കായി ബലിതർപ്പണം നടത്താൻ ആളുകൾ ഇപ്പോൾ തന്നെ നിരവധിയാണ്. അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഏകദേശം 110ഓളം ബലിത്തറകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ അവിടെ ഉണ്ടല്ലേ? തീർച്ചയായും ലിജിൻ, ഇവിടെ ആലുവ മണപ്പുറത്തെ ശിവരാത്രി മണപ്പുറത്ത് ഇവിടെ ക്ഷേത്രത്തിൽ തൊഴുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഇന്ന് പുലർച്ചെ തന്നെ എത്തി തുടങ്ങി. വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ബലിത്തറകളെല്ലാം തന്നെ സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 116 ബലിത്തറകളാണ് ഇത്തവണ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടേക്ക് ആളുകൾ ഇപ്പോൾ തന്നെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണങ്ങൾ, ശിവരാത്രി ബലിതർപ്പണങ്ങൾ നടത്താനായിട്ട് സാധിക്കും. ഇത് നാളെ ഉച്ചവരെ തുടരുന്നതായിരിക്കും. മാത്രമല്ല ചൊവ്വാഴ്ച അമാവാസിയായതിനാൽ അന്നും ബലിതർപ്പണം നടത്താൻ സാധിക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി ഈ ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കാളികളാവുകയാണ്. ഇന്ന് നാളെ പുലർച്ചെയാണ്, അതായത് ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷമാണ് ഔദ്യോഗികമായിട്ടുള്ള ഇത് ഉണ്ടെങ്കിലും ഇന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സാധാരണഗതിയിൽ ഈ ആലുവ മണപ്പുറത്ത് എപ്പോഴും ആളുകൾ ഈ ബലിതർപ്പണത്തിന് എത്തുന്ന ഇടം തന്നെയാണ്. പക്ഷേ ശിവരാത്രി എന്ന് പറയുന്നത് പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, അത് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, പുറത്തു നിന്നുള്ള ആളുകൾ ഒക്കെ എത്തി പിതൃമോക്ഷ പ്രാപ്തിക്കായിട്ട് ഇവിടെ ബലി അർപ്പിക്കുന്ന ഒരു ഇടം കൂടിയാണ് അത്. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ നേരത്തെ തന്നെ ലേലത്തിൽ ഇത്തരത്തിലുള്ള ബലിത്തറകൾ പിടിക്കുകയും ഇവിടെ വിവിധ ഈ കേരളത്തിന്റെ പുറത്തുനിന്നും, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ആലുവയിൽ മാത്രമല്ല പുറത്തുനിന്നൊക്കെയുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി ഇതിന് നേതൃത്വം നൽകുന്നു. അങ്ങനെ 100 രൂപയാണ് ഒരാൾക്ക് ബലിതർപ്പണത്തിനായിട്ട് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത്.
നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ബലിത്തറകളെല്ലാം ഈ പലയിടത്തും ഇപ്പോഴും ഒരുങ്ങാനുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എല്ലാം തന്നെ ആളുകൾ ഉണ്ടാവുന്നതായിരിക്കും. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഈ തിരക്ക് പ്രമാണിച്ച് തന്നെ നേരത്തെ തന്നെ ആളുകൾ എത്താനുള്ള ഒരു സാധ്യത അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ നേരത്തെ തന്നെ ആളുകൾ ഇവിടെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളത്. നമുക്ക് ചില ആളുകളോടൊക്കെ തന്നെ ചോദിക്കാം. ചേട്ടാ, നിങ്ങൾ ഞങ്ങൾ ആരും തന്നെ ഈ ഇതിന് നേതൃത്വം കൊടുക്കുന്നതാണ്, ബലിയിടാൻ വന്നതാണ്? അല്ലല്ല, നമ്മള് സഹായിയാണ്. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്? അതെ, പോണ വർഷം. ഇങ്ങനെ ഭയങ്കര തിരക്കാണോ? ഇങ്ങനെ ഇപ്പോഴേ തിരക്ക് തുടങ്ങും. കുറച്ച് കഴിയുമ്പോ തന്നെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ആർക്കും, അത്ര തിരക്കില്ല. പുറത്തുനിന്നൊക്കെയുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഈ എറണാകുളം മാത്രമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരെ ആളുകൾ വന്നത്. അവരും ഇവിടെ ആലുവയിൽ തന്നെയുള്ള ആളുകളാണ് ഇവർ സഹായികളായിട്ട് ഇങ്ങനെ ഓരോ ബലിത്തറയിലും സഹായികളായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. അവർ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അതാണ് ആലുവ മണപ്പുറത്ത് നിരവധി ആളുകൾ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബലിതർപ്പണത്തിനുള്ള ഒരു ഇടം എന്ന് പറയുന്നത് പെരിയാറിന്റെ തീരത്ത് ആലുവ മണപ്പുറത്താണ്. ഇവിടെ നിന്നും ബലി അർപ്പിച്ചതിന് ശേഷം ഈ പെരിയാറാണ്. പെരിയാറിലാണ് മുങ്ങി നിവരുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു കമ്പി ഇട്ടിരിക്കുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല ഇവിടെ മറ്റ് ഡൈവിംഗ് ടീമുകളെല്ലാം, ഫയർ ആൻഡ് റെസ്ക്യൂന്റെ ടീമുകൾ എല്ലാവരും തന്നെ ഇവിടെ സദാ നിരീക്ഷണമുണ്ട്. അങ്ങനെ പോലീസിന്റെ ഒരു വിന്യാസം. ഈ കൊച്ചി നഗരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആലുവയിലേക്ക് ഒരുപാട് ആളുകൾ ഒരുമിച്ചെത്തുന്ന ഒരു ദിനം കൂടി ആയതിന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ 1500 പോലീസുകാരെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ വിന്യസിച്ചിട്ടുള്ളത്. ഗതാഗത ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് എവിടെ പാർക്കിംഗ് വേണം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ഒരു QR കോഡ് ഉണ്ട്. അത്രയ്ക്ക് വലിയ ഒരു ഒരുക്കങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, അതായത് എല്ലാവർക്കും സുഗമമായിട്ട് ക്ഷേത്ര ദർശനം നടത്താനും ഒപ്പം തന്നെ ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഒരു 2 ആഴ്ച മുൻപ് തന്നെ ഇത് ഏകദേശ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. ഈ ആളുകളെല്ലാവരും തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, കൊച്ചിക്ക് പുറത്തുനിന്നും ഒക്കെ ഇവിടേക്ക് എത്തി ബലി അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മണപ്പുറത്ത് മാത്രമല്ല, ഈ പുഴയ്ക്ക് അക്കരെ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും ഇന്ന് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നതായിരിക്കും. ശിവരാത്രി നാളിൽ അർദ്ധരാത്രി കഴിഞ്ഞ് ശിവരാത്രി വിളക്കിന് ശേഷമാണ് ഔദ്യോഗികമായി ബലിതർപ്പണം. പക്ഷെ അതിനു മുൻപ് തന്നെ നമുക്ക് ഇത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്താവുന്നതാണ്. ഇവിടെ എത്തുന്നവർക്ക് ഈ ബലിതർപ്പണത്തിന് ശേഷം സൗജന്യ ലഘുഭക്ഷണവും ഒക്കെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. മണപ്പുറത്ത് എത്തുന്നവർക്ക് ദേവസ്വം ബോർഡ് 2 കോടി ഗ്രൂപ്പ് ഇൻഷുറൻസും ആലുവ നഗരസഭ 1 കോടിയുടെ ഗ്രൂപ്പ് ഇൻഷുറൻസും അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്ര വലിയ തിരക്ക് ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നു. ഇപ്പോൾ തന്നെ തിരക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഇതല്ല, നാളെ പുലർച്ചെ ബലിതർപ്പണം, ഔദ്യോഗികമായിട്ടുള്ള ശിവരാത്രി ബലിതർപ്പണം തുടങ്ങുന്ന സമയത്ത് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തും. ഇതിന്റെ 4-5 ഇരട്ടിയായിരിക്കും ഇവിടെ ഒരു തിരക്ക് എന്ന് പറയുന്നത്. എന്തായാലും രാവിലെ ക്ഷേത്ര ദർശനത്തിനായിട്ടും വലിയ ക്യൂ നമ്മൾ കണ്ടതാണ്. വലിയ ക്യൂ ആണ് ഉള്ളത്. അത് ഇപ്പോഴും തുടരുകയാണ്. ക്ഷേത്രത്തിന്റെ മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ, പൂജ ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിജിൻ, തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ശിവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാ ശിവക്ഷേത്രങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ 12 ക്ഷേത്രങ്ങളിൽ പാരമ്പര്യമായി ഭക്തർ കാൽനടയായി ക്ഷേത്ര ദർശനം നടത്തുന്നു. ശിവാലയ ഓട്ടം ഉണ്ട്. ഒപ്പം തന്നെ ഭക്തർ ഇന്ന് ഉറങ്ങാതെയും ഉപവാസം അനുഷ്ഠിച്ചും ശിവഭഗവാനോട് പ്രാർത്ഥിക്കുകയും പുണ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അങ്ങനെ ഭക്തിസാന്ദ്രമാണ് ഈ ദിവസം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. അശ്വതിയും അതോടൊപ്പം തന്നെ ദേവികയുമാണ് വിവരങ്ങൾ നൽകിയത്. ശിവരാത്രി നിറവിലാണ് കാശി വിശ്വനാഥ ക്ഷേത്രവും. ശിവരാത്രിയോട് അനുബന്ധിച്ചുള്ള വിശേഷ പൂജകളിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത്. പകൽ മുഴുവൻ നീളുന്ന അഖണ്ഡനാമയജ്ഞം ക്ഷേത്രത്തിൽ ആരംഭിച്ചു. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. എറണാകുളം പറവൂർ ചേന്ദമംഗലം പഞ്ചായത്തിലെ ചരിത്രപ്രസിദ്ധമായ കോട്ടയിൽ കോവിലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശിവരാത്രി ദിനമായ ഇന്നു മുതൽ നിത്യബലി തർപ്പണം ആരംഭിക്കുന്നു. പാരിയം ദേവസ്വത്തിന് കീഴിലുള്ളതും ഗോവിന്ദപുരത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ ഈ ക്ഷേത്രത്തിന്റെ
പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പുതിയ തീരുമാനം. സ്വാമി ഗുരുദാസാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നുള്ള ആചാര്യന്മാരാണ് ബലിതർപ്പണത്തിന് കാർമ്മികത്വം നൽകുക. ഇടമലയാർ, പെരിയാർ, ചാലക്കുടിയാർ എന്നിവയുടെ സംഗമസ്ഥാനത്താണ് ബലിതർപ്പണം. വില്ലുവാർവട്ടൻ രാജാവിന്റെ ആസ്ഥാനമായിരുന്ന കോട്ടക്കകത്തെ കോവിലകമാണ് കോട്ടയിൽ കോവിലകമായി മാറിയത്. ഏകദേശം 250 വർഷത്തോളം അവഗണനയിലായിരുന്ന ക്ഷേത്രത്തിന്റെ ഐശ്വര്യം വീണ്ടെടുക്കുന്നതിനായുള്ള തീവ്ര ശ്രമത്തിലാണ് ക്ഷേത്ര ഭരണസമിതിയും ഭക്തജനങ്ങളും. ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തെ തമോ അന്തരീക്ഷത്തിൽ നിന്നും മുക്തമാക്കുന്നതിനും ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനുമായി കഴിഞ്ഞ കുറെ കാലമായി പ്രത്യേക വഴിപാടുകളടക്കം ഇവിടെ നടന്നു വരുന്നുണ്ട്. കൂടാതെ എല്ലാ മാസവും കർത്തവാവിന്റെ പിറ്റേ ദിവസം സമ്പൂർണ്ണ രാമായണ പാരായണവും ഇവിടെ നടത്തുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ശിവരാത്രി നാൾ മുതൽ നിത്യബലിതർപ്പണം ആരംഭിക്കുന്നത്. സ്വാമി ഗുരുദാസാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നുള്ള ആചാര്യന്മാരാണ് ബലിതർപ്പണത്തിന് കാർമ്മികത്വം നൽകുന്നത്. ഇടമലയാർ, പെരിയാർ, ചാലക്കുടിയാർ എന്നിവയുടെ സംഗമസ്ഥാനം ബലിതർപ്പണത്തിന് വേദിയാകും. ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ബലിതർപ്പണങ്ങൾ തുടങ്ങിയാണ്. അപ്പോൾ ഇനി മുതൽ ആർക്കും മരണാനന്തര ക്രിയകൾക്ക് വേണ്ടിയിട്ട് ദശഗാത്രമോ സബണ്ടിയോ അതുപോലെ തന്നെ അസ്ഥിയായിട്ട് വരികയാണെങ്കിൽ പുഴക്കടയിൽ വരികയാണെങ്കിൽ അവർക്ക് സഞ്ചയനം മുതലാദ്യം എല്ലാ ചടങ്ങുകളും വളരെ ലളിതമായ രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം. അതായത് നമ്മുടെ ഭാരത സംസ്കാരം, സനാതന ധർമ്മ, ഹിന്ദു ധർമ്മത്തിന് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികം ഇല്ലായ്മ കൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ സമീപിച്ചാൽ അവർക്ക് അതിനുള്ള ചടങ്ങുകൾ ചെയ്തു കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ത്രിവേണി എന്നുള്ള സങ്കല്പത്തിൽ 3 നദികൾ പെരിയാർ, ഇടമലയാറും ചേർന്ന് പൂവത്താൻ കെട്ടിൽ ചേർന്ന് ഒഴുകി ഇവിടെ വരുമ്പോൾ ഈ പറവൂർ വരുമ്പോൾ ചാലക്കുടി ആറും കൂടി ചേരുമ്പോൾ 3 ആറുകൾ ചേരുമ്പോൾ ത്രിവേണിയായി. അപ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശ്വര സങ്കല്പം ഇവിടെ തന്നെയുണ്ട്. അതുകൂടാതെ ഗംഗ, യമുന, സരസ്വതി എന്നുള്ള സങ്കല്പവും ഇവിടെ വന്നു ചേരുന്നു. ഏപ്രിൽ മാസത്തിൽ ഇവിടെ നടക്കുന്ന നവചണ്ഡിക മഹായാഗത്തോടെ ഗംഗാ ആരതിക്ക് സമാനമായി ത്രിവേണി ആരതിയും നടക്കും. ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ ക്ഷേത്രത്തിന്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോവുകയാണെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. മറ്റു വാർത്ത നോക്കാം. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ചരിത്രം കുറിച്ച് കുഞ്ഞ് ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം അല്പസമയത്തിനകം നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലെത്തിക്കും. ഔദ്യോഗിക ബഹുമതികളോടെ നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലാണ് സംസ്കാരം നടക്കുക. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, 5 പേർക്ക് ജീവൻ നൽകിക്കൊണ്ടാണ് കുഞ്ഞുമാലാഖ വിട പറഞ്ഞത് എന്ന് നമുക്ക് പറയാം. എന്തായാലും സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതുതന്നെയായിരിക്കും കേരളത്തിന് ആ കുട്ടിക്ക് നൽകാനാകുന്ന ഏറ്റവും വലിയ ആദരം. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ ഉണ്ടാവുക? അല്പസമയത്തിനകം ഈ സ്വകാര്യ ആശുപത്രിയിലെ ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്ന അലിൻ ഷെറിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഈ ആശുപത്രിക്ക് സമീപത്ത് ആശുപത്രിക്കുള്ളിൽ തന്നെയുള്ള ഒരു ചാപ്പലിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഈ അലിൻ ഷെറിന്റെ അമ്മയുടെ വീട് ഈ ആശുപത്രിക്ക് സമീപമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടെയും ഈ അലിൻ ഷെറിന്റെ അലിൻ ഷെറിനെ അവസാനമായി കാണാനായി നിരവധി പേരും ഇവിടെയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അരമണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും അലിൻ ഷെറിന്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററോളം അപ്പുറത്തുള്ള അലിൻ ഷെറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. അവിടെ നിന്നും വൈകുന്നേരം 3 മണിയോടെയാണ് നെടുങ്ങാടപ്പള്ളി CSI ചർച്ചിലേക്ക് മാറ്റുക. അവിടെയാണ് പിന്നീട് സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടക്കുന്നത്. അവിടെ തന്നെയാണ് പിന്നീട് ഈ സംസ്കാര ചടങ്ങുകളടക്കം സംസ്കാരമടക്കം നടക്കുക. എന്തായാലും അലിൻ ഷെറിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും അതായത് ഈ അലിൻ ഷെറിനെ ഓർക്കുമ്പോൾ ഒരു ഹൃദയം തുറങ്ങുന്ന വേദനയോടെ അല്ലാതെ ആർക്കും ഓർക്കാൻ കഴിയില്ല. മാത്രമല്ല മറ്റുള്ളവർക്ക് അതേസമയം തന്നെ മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൂടിയേക്കുന്ന ഒരു കാര്യമാണ് അലിൻ ഷെറിന്റെ ഈ അവയവദാനത്തിലൂടെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അലിൻ ഷെറിനെ ഓർക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാകും ആദ്യം മനസ്സിലേക്ക് വരിക. നമുക്കറിയാം കേരളത്തിലെ തന്നെ ആദ്യത്തെ അവയവദാതാവായി മാറിയിരിക്കുകയാണ് ഈ അലിൻ ഷെറിൻ. കഴിഞ്ഞ ഫെബ്രുവരി 5-നാണ് ഇത്തരത്തിൽ അലിൻ ഷെറിനും അതുപോലെ മാതാപിതാക്കളും സഞ്ചരിച്ചിട്ടുള്ള വാഹനം കോട്ടയം മല്ലപ്പള്ളി റൂട്ടിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത്. അതിനുശേഷം മറ്റ് ആശുപത്രി ചങ്ങനാശ്ശേരിയിലെയും തിരുവല്ലയിലെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അലിൻ ഷെറിന്റെ ആരോഗ്യസ്ഥിതി
രീതിയിലൊന്നും ഒരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ നിന്നാണ് ഈ മസ്തിഷ്ക മരണം അടക്കം സംഭവിക്കുന്നത്. പിന്നീട് എന്തായാലും മറ്റ് 4 പേർക്ക് കൂടി ഇത്തരത്തിൽ അവയവങ്ങൾ ദാനം ചെയ്താണ് ഈ അലിൻഷറിന്റെ മടക്കം ഇപ്പോൾ ഉണ്ടാകുന്നത്. വെറും 6 മാസം മാത്രം പ്രായമുള്ള ഇന്നലും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാം ഇന്ന് കേരളം വളരെ വൈകാരികമായി തന്നെ വിട പറയും. വൈകുന്നേരമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി പേരാണ് കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണുവാനൊക്കെ അവിടെ തിങ്ങിക്കൂടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ കേരളത്തിൻ്റെ സ്വന്തം കുഞ്ഞായി മാറിയ അല്ലെങ്കിൽ മാലാഖയായി മാറിയ ഒരു കുഞ്ഞുകൂടിയാണ് ആലിൻ. കണ്ണൻ, ഈ വൈകുന്നേരം ആണല്ലോ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം കൃത്യമായി പറയുകയുണ്ടായി. കാരണം 5ഓളം പേർക്ക് പുതിയ ജീവൻ നൽകിക്കൊണ്ടാണ് ആ കുഞ്ഞ് വിട പറയുന്നത്. മാത്രവുമല്ല, കേരളത്തിന് നൽകാനാകുന്ന അല്ലെങ്കിൽ നമുക്ക് മലയാളികൾക്ക് നൽകാനാകുന്ന ഏറ്റവും വലിയ ആദരവ് കൂടിയാണ് ഈ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള ആ ഒരു വിട പറച്ചിൽ. കണ്ണൻ. അതേ ലിജിൻ, അത്തരത്തിൽ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ അത് തന്നെയാണ് അലിൻഷറിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ആദരവും അത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. രാവിലെ ഇപ്പോൾ ഈ അലിൻഷറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആശുപത്രിക്കുള്ളിൽ തന്നെയുള്ള ഒരു ചാപ്പലിൽ ഈ അലിൻഷറിന്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ നിരവധി ആളുകളാണ് ഈ ആശുപത്രിക്ക് ഉള്ളിലേക്കും ഇത്തരത്തിൽ അലിൻഷറിന്റെ മൃതദേഹം ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അല്ലാതെ ഇപ്പോൾ അലിൻഷറിനെ ഓർക്കാൻ കഴിയില്ല, അവനെ യാത്രയാക്കാൻ കഴിയില്ല. മാത്രമല്ല അതേസമയം തന്നെ 4ഓളം പേർക്ക് ഈ അവയവദാനത്തിലൂടെ ഒരു പ്രതീക്ഷ കൂടി നൽകിക്കൊണ്ടാണ് ഈ അലിൻഷറിന്റെ മടക്കം ഉണ്ടാകുന്നത്. എന്തായാലും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ ഈ ആശുപത്രിയിലെ ഈ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. അവിടെയായിരിക്കും കൂടുതൽ ആളുകൾ എത്തുക. അവിടെ നിരവധി ആൾക്കാർക്ക് ഇത്തരത്തിൽ പൊതുദർശനത്തിന് ഈ വരുന്നവർക്കെല്ലാം നേരിട്ട് കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകും. അതിനുശേഷം ചർച്ചിലാണ് ഇത്തരത്തിൽ അലിൻഷറിന്റെ സംസ്കാരം അടക്കം നടക്കുക. ഈ സമയത്തൊക്കെ വൈകിട്ട് 3:30 ആയിരിക്കും ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. ഈ സമയത്തേക്ക് അത്രയും സമയം ഈ അലിൻഷറിനെ ആദ്യമായി കാണുന്നവർ പോലും ഈ പൊന്നോമനെ അവസാനമായി ഒന്ന് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ച് തിരികെ മടങ്ങാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ തന്നെ ആദ്യത്തെ അവയവദാതാവായി മാറിയിരിക്കുകയാണ് അലിൻഷറിനെ കാണാൻ രാവിലെ മുതൽ തന്നെ ഇപ്പോൾ ഈ ആശുപത്രിക്ക് ഉള്ളിലെ ചാപ്പലിലേക്കും നിരവധി പേരാണ് എത്തുന്നത്. ഈ അലിൻഷറിന്റെ അമ്മയുടെ വീട് ഈ ആശുപത്രിക്ക് സമീപമാണ്. അതുകൊണ്ട് തന്നെ ഈ അലിൻഷറിന് അവിടെയും നിരവധി നാട്ടുകാരും അതുപോലെ മറ്റ് അലിൻഷറിനെ ആദ്യമായി കാണുന്നവരും അലിൻഷറിൽ നിന്ന് ആ പിഞ്ചോമനെ ആദ്യമായി കാണുന്നവർ ഒരിക്കലും ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും പരിചയമില്ലാത്ത അലിൻഷറിനെ കാണാൻ ഇപ്പോഴും വരി നിന്ന് ഒരുപാട് പേരാണ് ഈ ആശുപത്രിക്കുള്ളിലുള്ള ഈ ചാപ്പലിലേക്കും എത്തുന്നത്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഇവിടുത്തെ ഈ ശുശ്രൂഷയും ഈ പൊതുദർശനവും കഴിഞ്ഞതിന് ശേഷം അല്പസമയത്തിനകം 3 കിലോമീറ്റർ അപ്പുറത്തുള്ള അലിൻഷറിന്റെ വീട്ടിലേക്ക്, നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ എല്ലാവർക്കും ഇത്തരത്തിൽ ഈ അലിൻഷറിനെ അവസാനമായി ഒന്ന് കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അവിടേക്കായിരിക്കും ഇപ്പോൾ ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ പൊതുദർശനം കഴിഞ്ഞാൽ നേരെ അവിടേക്കായിരിക്കും കൊണ്ടുപോവുക. വൈകിട്ട് 3 മണി വരെ ഇത്തരത്തിൽ ഈ ഒരു പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ട്. ഈ അവസാനമായി ഒന്ന് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തിരിക്കുന്നവർ നിരവധിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആശുപത്രിയിൽ നിന്നും, കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴും നിരവധി ആളുകളാണ് അവിടെയും കാത്തുനിന്നത് അലിൻഷറിനെ അവസാനമായി ഒന്ന് കാണാൻ. അതായത് അവയവദാനത്തിലൂടെ മഹത്തായ ഒരു മാതൃക കാട്ടിയ ഈ അച്ഛനമ്മമാരുടെ ആ ഒരു ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിനൊക്കെ എടുത്ത ആ ഒരു അഭിമാനത്തോടെ തന്നെയാണ് ഈ നാട്ടുകാർക്കും പറയാനുള്ളത്. എന്തായാലും ഇപ്പോഴും ഈ
രാവിലത്തെ ഈ പൊതുദർശനത്തിന് നിരവധി ആളുകൾ ഈ ചാപ്പലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അലിജൻ. എന്തായാലും ചില കുരുന്നു ജീവനുകൾക്ക് പുനർജന്മത്തിന്റെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് ആര്യൻ ഈ ലോകത്തോട് വിട പറയുന്നത്. എന്തായാലും ഇനിയും ഈ കുഞ്ഞ് മാലാഖ ജീവിക്കും. അത് പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ മാത്രമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇനിയും ആ കുഞ്ഞു മാലാഖ ജീവിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും വൈകുന്നേരമാണ് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇനി കായിക വാർത്തകൾ നോക്കാം. With the crest held high, one more ball and we touch the sky. T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഓപ്പണറായി അഭിഷേക് ശർമ്മ ടീമിലെത്തുമെന്നാണ് സൂചന. മത്സരത്തിന് മഴ ഭീഷണിയുണ്ട്. ആകാശം മേഘാവൃതമായിരിക്കുമെന്നും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് പ്രവചനം. ലോകകപ്പിൽ ഇതുവരെ കളിച്ച 2 മത്സരങ്ങളിലും വിജയിച്ചാണ് ഇരു ടീമുകളും എത്തുന്നത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഇന്ത്യയും പാകിസ്ഥാനും 4 പോയിന്റുകളുമായി ഒപ്പത്തിനൊപ്പമാണെങ്കിലും മികച്ച നെറ്റ് റൺ റേറ്റിന്റെ കരുത്തിൽ ഇന്ത്യയാണ് ഒന്നാമതുള്ളത്. നമ്മോടൊപ്പം BCCI മാച്ച് റഫറി പി രംഗനാഥൻ ചേരുകയാണ്. ശ്രീ രംഗനാഥൻ, ഇന്ത്യ പാക് മത്സരം എപ്പോഴും ആവേശം പടർത്തുന്ന ഒരു മത്സരം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടത് അണ്ടർ-19 ലോകകപ്പ് കണ്ടു. ഇപ്പോൾ അതാ വീണ്ടും കുട്ടികളുടെ ചേട്ടന്മാർ വീണ്ടും ഇതാ കളത്തിലിറങ്ങുകയാണ്. എന്തായാലും 2 ടീമുകളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ലക്ഷ്യവും ഉണ്ടാകില്ല. താങ്കൾ എങ്ങനെയാണ് ഇരു ടീമുകളുടെയും സാധ്യത വിലയിരുത്തുന്നത്? മഴ അതൊരു ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയൊരു ഘടകമാണ്. എങ്കിൽ തന്നെയും കൊളംബോയിൽ അല്ലെങ്കിൽ ഈ ലോകകപ്പിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ധാരാളം വിവാദങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ലോക ക്രിക്കറ്റ് മൊത്തം ഉറ്റുനോക്കുന്ന ഒരു മത്സരമായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൂർണ്ണമായിട്ടും 20 ഓവർ മത്സരം ഇന്ന് നടക്കണം. അതാണ് എല്ലാവരും നോക്കുന്നത്. എങ്കിൽ തന്നെയും T20 മത്സരമാണ്. ഇതുവരെയുള്ള മത്സരങ്ങളെല്ലാം തന്നെ ഇന്ത്യ തൂത്തുവാരിയിട്ടുണ്ട് പാകിസ്ഥാനെതിരെ. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലും ഒരു ഭീഷണി അല്ലാത്ത രീതിയിലാണ് പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇന്നും അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ വളരെ കമ്പൈൻഡ് ടീമാണ് ബോളിങ്ങിലും ബാറ്റിങ്ങിലും. പാകിസ്ഥാൻ മറുവശത്ത് എപ്പോഴും ഉള്ളതുപോലെ തന്നെ അവര് ഒരു രീതിയിലും ഇന്ത്യക്കെതിരെ പൊരുതാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീമായിട്ട് കരുതുന്നില്ല. നോക്കൂ ശ്രീ രംഗനാഥൻ, ഈ ടീം കോമ്പിനേഷൻ കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ടു. അഭിഷേക് ശർമ്മ ഇല്ലായിരുന്നു, സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്തു. ഇത്തവണ അഭിഷേക് കഴിഞ്ഞ ദിവസം ഈ പ്രാക്ടീസിന് ഇറങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അദ്ദേഹം കളിച്ചേക്കും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. മറ്റെന്തെങ്കിലും മാറ്റം ടീമിൽ വരുത്താൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇപ്പോൾ ടീം ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ആയിട്ടാണ് പോകുന്നത്. നോക്കുമ്പോൾ അഭിഷേക് ശർമ്മ കളിക്കുകയാണെങ്കിൽ കരുത്ത്, പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെയൊക്കെ ഒരു രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഒരു രീതിയിൽ ഏറ്റവും ഗുണകരമായിരിക്കും. കാരണം അവരുടെ തന്നെ ബോളിങ്ങിന്റെ ഒരു നിര നോക്കുകയാണെങ്കിലും അവർക്കെതിരെ അറ്റാക്ക് ചെയ്യാതെ ബാറ്റ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് അവരുടെ പവർ പ്ലേയിൽ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എങ്കിൽ തന്നെയും ഇന്ത്യൻ ടീം നിലനിർത്തുന്ന ആ ഒരു ഫോം മികവ്, പ്രത്യേകിച്ച് ഇപ്പൊ സൂര്യകുമാർ നയിക്കുന്ന ടീമിന്റെ ആ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു. അപ്പൊ ഷാഹിൻ അഫ്രീദിനെ പോലെയുള്ള ഒരു ഫാസ്റ്റ് ബോളറിനെ അറ്റാക്ക് ചെയ്ത തുടക്കത്തിലെ പവർ പ്ലേയില് വിക്കറ്റ് നഷ്ടപ്പെടാതെ കളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു കൂറ്റൻ സ്കോറിലോട്ട് പുറപ്പെടാനായിട്ട് സാധിക്കുന്ന ഒരു നിലവാരമായിരിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ രംഗനാഥൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ആവേശ പോരാട്ടത്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ത്യ പാക് മത്സരം വൈകുന്നേരം 7 മണിക്കാണ് പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കുക. മഴ ഭീഷണിയുണ്ട്. എന്നിരുന്നാൽ പോലും 20 ഓവറും കളിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. മറുവശത്ത് അഭിഷേക് ശർമ്മ ടീമിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞത് അഭിഷേകിനെ ടീമിൽ വേണം എന്നുള്ളതാണ്. എന്തായാലും ടീമിൽ വരട്ടെ, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങട്ടെ. എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് തുടക്കമാകും. പമ്പാ നദിയിലെ വിശാലമായ മണൽപ്പുറത്തൊരുക്കിയ വിദ്യാധിരാജ നഗറിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ പരിഷത്ത് നഗറിൽ സംഗമിച്ച് പതാക ഉയർത്തുന്നതോടെയാണ്
ഈ വർഷത്തെ പരിഷത്തിന് ഔദ്യോഗിക തുടക്കമാവുക. ചരിത്രപ്രസിദ്ധമായ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 3 പ്രധാന ഘോഷയാത്രകൾ ചെറുകോൽപ്പുഴയിൽ സംഗമിക്കും. ചട്ടമ്പിസ്വാമിയുടെ സമാധിസ്ഥലമായ പത്മനാശ്രമത്തിൽ നിന്നുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്രയും എഴുമറ്റൂർ പരമഭട്ടാരകാശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്രയും അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പതാക ഘോഷയാത്രയും രാവിലെ 11ഓടെയാണ് ചെറുകോൽപ്പുഴ ജംഗ്ഷനിൽ എത്തിച്ചേരുക. അവിടെ നിന്നും മഹാമണ്ഡലം ഭാരവാഹികൾ ആചാരപൂർവ്വം സ്വീകരിച്ച് വിദ്യാധിരാജ നഗറിലേക്ക് ആനയിക്കും. തുടർന്ന് മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ ഭദ്രദീപം തെളിയിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് പതാക ഉയർത്തലും ഭഗവത്ഗീത പാരായണവും സംഗീത സദസ്സും നടക്കും. വൈകുന്നേരം 3:45 നടക്കുന്ന ഉദ്ഘാടന സഭയിൽ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദസ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തും. മന്ത്രി റോഷി അഗസ്റ്റിൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. 8 ദിവസം നീണ്ടു നിൽക്കുന്ന പരിഷത്തിൽ ധർമാചാര്യ സഭ, പരിസ്ഥിതി കാർഷിക സമ്മേളനം, അയ്യപ്പ ഭക്ത സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, വനിതാ സമ്മേളനം, ബാലമഹാസമ്മേളനം എന്നിവ നടക്കും. ഒപ്പം രാമായണ സമീക്ഷകൾ, നാരായണീയ പാരായണം, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എന്നിവയാൽ സമ്മേളന നഗർ ഭക്തിസാന്ദ്രമാകും. അമൃത ന്യൂസ്, പത്തനംതിട്ട. 131ാമത് മാരാമൺ കൺവെൻഷൻ ഇന്ന് സമാപിക്കും. ഉച്ചയ്ക്ക് 2:30 സമാപന സമ്മേളനത്തിൽ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത സന്ദേശം നൽകും. 8 ദിവസം നീണ്ടുനിന്ന കൺവെൻഷനിൽ പ്രമുഖ വചന പ്രഘോഷകർ പ്രാസംഗികരായിരുന്നു. കോഴഞ്ചേരി പമ്പ മണൽപ്പുറത്തെ കൺവെൻഷൻ നഗറിലേക്ക് നിരവധി പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠ വിജിലൻസിന് മൊഴി നൽകി സിനിമാ പ്രവർത്തകർ ഷാജി കൈലാസ്, സുരേഷ് കുമാർ, രഞ്ജി പണിക്കർ എന്നിവരാണ് മൊഴി നൽകിയത്. നാണയമായാണ് സ്വർണം നൽകിയത്. മൊഴി നൽകാൻ തയ്യാറാണെന്ന് മോഹൻലാലും സുരേഷ് ഗോപിയും വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പേർ സ്വർണം നൽകിയിട്ടുണ്ടോ എന്നറിയാനുള്ള ശ്രമങ്ങളും വിജിലൻസ് നടത്തും. ഇതിന്റെ ഭാഗമായി മാധ്യമങ്ങളിൽ പരസ്യം നൽകാനും വിജിലൻസ് ആലോചിക്കുന്നുണ്ട്. ശബരിമല യുവതീ പ്രവേശന കേസ് നാളെ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. റിവ്യൂ ഹർജികൾ ഉൾപ്പെടെയാണ് പരിഗണിക്കുന്നത്. 9-അംഗ ബെഞ്ച് രൂപീകരിക്കുന്നതിൽ തീരുമാനമുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നിർണായകമാണ്. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തകർന്നുപോയ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് പുതിയ സർക്കാരിന്റെ പ്രധാന വെല്ലുവിളി. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി താരിഖ് റഹ്മാൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിലേക്ക് ഇന്ത്യ, പാക് പ്രധാനമന്ത്രിമാരെ ക്ഷണിച്ചതായി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അറിയിച്ചു. ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ പുതിയ തന്ത്രങ്ങളുമായി അമേരിക്കയുടെ നീക്കം. കൂടുതൽ ഉപരോധ സൈനിക നടപടികൾ പ്രഖ്യാപിച്ചേക്കും. ആദ്യഘട്ട ചർച്ചയിൽ സമവായമാകാത്ത സാഹചര്യത്തിലാണ് അമേരിക്കയുടെ നീക്കം. ഇറാൻ അമേരിക്ക 2ാം വട്ട ചർച്ച അടുത്ത മാസം ജനീവയിൽ നടക്കും. ഒമാന്റെ മധ്യസ്ഥതയിലായിരിക്കും ചർച്ച. ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻഗണന നൽകുന്നത് എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് തയ്യാറാണെന്ന സൂചനയും മാർക്കോ റൂബി നൽകി. രാഷ്ട്രങ്ങൾ പരസ്പരം ഇടപഴകേണ്ടതുണ്ട് എന്നും ആരെയും കാണാൻ തയ്യാറുള്ള ഒരു പ്രസിഡന്റാണ് ട്രംപ് എന്നും സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നു. അതേസമയം അമേരിക്കയുടെ 2ാമത്തെ വലിയ വിമാനവാഹിനി കപ്പൽ ഇറാനെ ലക്ഷ്യമിട്ട് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതികരിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി തയ്യാറായില്ല. ഇറാനെതിരായ സൈനിക ഭീഷണി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 2ാമത്തെ വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നത് എന്ന് ട്രംപ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് മാളിൽ പോലീസുകാരനെ SFI പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്തു. എയർ ക്യാമ്പിലെ പോലീസുകാരൻ മിഥുൻ റോയിയുടെ പരാതിയിൽ SFIക്കാർക്കെതിരെയാണ് കേസ്. പുതുവത്സര ദിനത്തിൽ ശംഖുമുഖത്ത് പോലീസുകാർ SFI പ്രവർത്തകരെ മർദ്ദിച്ചതിന് പകരം തന്നെ മർദ്ദിച്ചു എന്നാണ് മിഥുൻ വഞ്ചിയൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം നഗരത്തിലെ മാളിൽ വെച്ചാണ് SFI പ്രവർത്തകർ മിഥുനെ ആക്രമിച്ചത്. SFIക്കാരെ മർദ്ദിച്ചതിന് പോലീസുകാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ നടപടിയിൽ പോലീസ് അസോസിയേഷൻ പ്രതിഷേധം അറിയിക്കും.